നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ റൂമിലേക്ക് ഒന്ന് നോക്കിയിട്ടുണ്ടോ? അവിടെ ചിലപ്പോൾ പാതി വഴിയിൽ നിർത്തിപ്പോയ ഒരുപാട് പ്രോജക്റ്റുകൾ കാണാം. ഒരുപക്ഷെ നിങ്ങൾ വലിയ ആവേശത്തിൽ തുടങ്ങിയ പല കാര്യങ്ങളും പൂർത്തിയാക്കാതെ ഇരിപ്പുണ്ടാവും. ഇതൊക്കെ കാണുമ്പോൾ ഒരുതരം നാണക്കേടോ കുറ്റബോധമോ ഒക്കെ തോന്നാറുണ്ടോ? ചിലപ്പോ അത് മൂലയിൽ പൊടി പിടിച്ചിരിക്കുന്ന ആ ഗിറ്റാർ ആയിരിക്കാം. അല്ലെങ്കിൽ പകുതിക്ക് വെച്ച് നിർത്തിയ ആ വെബ്സൈറ്റ്. അതുമല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ജിയോജിറ്റ്സു പഠിക്കാൻ തോന്നിയ ആ ആവേശം. ഇതൊക്കെ നിങ്ങൾക്ക് നല്ല പരിചയമുള്ള കാര്യങ്ങളാണല്ലേ? അങ്ങനെയെങ്കിൽ ഒന്നിലും ഉറച്ചു നിൽക്കാൻ പറ്റാത്തൊരു പരാജയമാണ് ഞാൻ എന്ന് നിങ്ങൾ സ്വയം കുറ്റപ്പെടുത്താറുണ്ടോ? എന്നാൽ കേട്ടോളൂ, സമൂഹം നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു പേരുമിട്ടിട്ടുണ്ട്: ഡിലിറ്റന്റ്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ താൽപ്പര്യമുണ്ട്, പക്ഷെ ഒന്നിലും ഒരു വൈദഗ്ധ്യവുമില്ലാത്ത ആൾ. നമ്മൾ എപ്പോഴും കേൾക്കുന്നൊരു ചൊല്ലുണ്ട്, പല തൊഴിലറിയുന്നവൻ ഒരു തൊഴിലിലും മിടുക്കനായിരിക്കില്ല എന്ന്. നമ്മൾ പലപ്പോഴും സ്വയം വിമർശിക്കാനായിട്ട് ഈ ഒരു വാചകം ഉപയോഗിക്കാറുണ്ടല്ലേ? പക്ഷേ ആ ചൊല്ലിനൊരു ബാക്കി കൂടിയുണ്ട്. അത് പലരും സൗകര്യപൂർവ്വം മറന്നുപോയതാണ്. സത്യത്തിൽ ആ വാചകം ഇങ്ങനെയാണ്: പല തൊഴിൽ അറിയുന്നവൻ ഒരു തൊഴിലിലും മിടുക്കനായിരിക്കില്ല, പക്ഷേ ഒരൊറ്റ തൊഴിൽ മാത്രം അറിയുന്നവനേക്കാൾ പലപ്പോഴും മികച്ചവനായിരിക്കും. സൈക്കോളജി പറയുന്നത് ഇതൊരു കുറവേയല്ല എന്നാണ്. മറിച്ച് ഇത് ആകൃതിയുള്ള മനസ്സ് അഥവാ ഷേപ്ഡ് മൈൻഡ് എന്ന് പറയുന്ന വളരെ അപൂർവമായ ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ ലക്ഷണമാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യുന്നതിൽ പരാജയപ്പെടുകയല്ല ചെയ്യുന്നത്, പകരം പല പല മേഖലകളിൽ നിന്ന് അറിവ് ഒരുമിപ്പിക്കുകയാണ്. അപ്പോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഈയൊരു സ്വഭാവം ഇത്ര വലിയൊരു ശക്തിയാകുന്നതെന്ന് നമുക്ക് നോക്കാം. പണ്ടത്തെ ലോകം ഒരു കൈൻഡ് എൻവയോൺമെന്റ് ആയിരുന്നു. ഗോൾഫ് കളിക്കുന്നത് പോലെ നിയമങ്ങളൊന്നും മാറില്ല. അവിടെ ഒരു കാര്യത്തിൽ മാത്രം സ്പെഷ്യലൈസ് ചെയ്യുന്നവർ വിജയിച്ചു. എന്നാൽ ഇന്നത്തെ ലോകം അങ്ങനെയല്ല. അത് വിക്കിഡ് എൻവയോൺമെന്റാണ്. നിയമങ്ങൾ എപ്പോഴും മാറിക്കൊണ്ടേയിരിക്കും. ഇവിടെ ഒരേയൊരു കാര്യത്തിൽ മാത്രം വൈദഗ്ധ്യമുള്ള ആൾക്ക് പിടിച്ചു നിൽക്കാൻ പാടാണ്. ഇതിന് പിന്നിലുള്ള സൈക്കോളജിക്കൽ മാജിക് ഫാർ ട്രാൻസ്ഫർ എന്നറിയപ്പെടും. ഒരു സ്പെഷ്യലിസ്റ്റ് പഴയ പ്രശ്നങ്ങൾക്ക് പഴയ ടൂൾസ് വെച്ച് പരിഹാരം കാണുമ്പോൾ, നിങ്ങൾ ഒരു മേഖലയിൽ നിന്ന് പഠിച്ചൊരാശയം ഒരു ബന്ധവുമില്ലാത്ത മറ്റൊരു മേഖലയിലേക്ക് കൊണ്ടുവരും. ഉദാഹരണത്തിന്, സംഗീതത്തിൽ നിങ്ങൾ പഠിച്ച പാറ്റേണുകൾ കോഡിംഗിൽ ഉപയോഗിക്കുന്നത് പോലെ. യഥാർത്ഥ ഇന്നൊവേഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ യഥാർത്ഥ മൂല്യം ഏതെങ്കിലും ഒരു വിഷയത്തിലുള്ള ആഴത്തിലുള്ള അറിവിലല്ല, മറിച്ച് പല ആശയങ്ങളെ ഒരുമിച്ച് ചേർത്ത് പുതിയ വഴികൾ കണ്ടെത്താനുള്ള നിങ്ങളുടെ ആ കഴിവിലാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു സൂപ്പർ പവർ ആണെന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല ആശ്വാസമുണ്ട്. പക്ഷേ അതുകൊണ്ട് നിങ്ങളുടെ ആ മാനസികമായ തളർച്ചയോ അല്ലെങ്കിൽ മറ്റുള്ളവരെക്കാൾ ഞാൻ പിന്നിലാണെന്നൊക്കെയുള്ള ആ തോന്നലോ മാറുന്നുണ്ടോ? ഇല്ല അല്ലേ? ഈ പ്രശ്നം വരുന്നത് ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ്. അതിനൊരു പരിഹാരമുണ്ട്. അതിനെ സീരിയൽ മാസ്റ്ററി എന്ന് പറയും. അതായത് നിങ്ങളുടെ ജീവിതത്തെ പല സീസണുകളായിട്ട് കാണുക. എന്നിട്ട് ഓരോ സീസണിലും ഓരോ സ്കില്ലിലെ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു ഉദാഹരണം പറഞ്ഞാല്, നിങ്ങളുടെ 20കളിൽ നിങ്ങൾ സംഗീതത്തിലും കലയിലുമൊക്കെ മുഴുകിയിരിക്കുകയായിരിക്കും. പിന്നെ 30കളിലെത്തുമ്പോൾ ചിലപ്പോൾ ജീവിക്കാൻ വേണ്ടി പ്രോഗ്രാമിംഗിലേക്ക് മാറിയിട്ടുണ്ടാവാം. ഒടുവിൽ 40കളിലെത്തുമ്പോഴായിരിക്കും ഈ കഴിവുകളെല്ലാം ഒരുമിപ്പിച്ച് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നത്. അതിന്റെ അർത്ഥം നിങ്ങൾ കല ഉപേക്ഷിച്ചു എന്നല്ല, മറിച്ച് ആ ഒരു പഠനത്തിന്റെ സീസൺ നിങ്ങൾ പൂർത്തിയാക്കി എന്നാണ്. അതുകൊണ്ട് ഒരു കാര്യം നിർത്തിപ്പോകുന്നത് ഒരു പരാജയമായി കാണരുത്, അതൊരു ഘട്ടം പൂർത്തിയാക്കിയതായി മാത്രം കണ്ടാൽ മതി. നിങ്ങളെ ശക്തരാക്കുന്ന മറ്റൊരു കാര്യമാണ് റിഡണ്ടൻസി. ആനകൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ജീനുകളുടെ പല കോപ്പികൾ അവയുടെ ശരീരത്തിലുണ്ട്. ഒന്ന് പരാജയപ്പെട്ടാലും അടുത്തത് പ്രവർത്തിക്കും, ഒരു സേഫ്റ്റി നെറ്റ് പോലെ. നിങ്ങളുടെ ഈ പല പല കഴിവുകളാണ് നിങ്ങളുടെ റിഡണ്ടൻസി. നിങ്ങളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മാത്രമാണെങ്കിൽ AI എന്റെ ജോലി കളയുമോ എന്ന് നിങ്ങൾ പേടിച്ചേക്കാം. പക്ഷേ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ വയറിംഗ് അറിയാമെങ്കിൽ, ഒരു HVAC മോട്ടോർ ശരിയാക്കാൻ അറിയാമെങ്കിൽ, ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ അറിയാമെങ്കിൽ, പിന്നെ നിങ്ങളെ ആർക്കും തകർക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ ആ ഹോബികളുടെ ശവപ്പറമ്പിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിനി നിർത്താം. അതൊന്നും പരാജയങ്ങളായിരുന്നില്ല, മറിച്ച് നിങ്ങൾക്കായി തന്നെ നിർമ്മിച്ച ഒരു യൂണിവേഴ്സിറ്റിയിലെ ഓരോ സെമസ്റ്ററുകളായിരുന്നു അവ. നിങ്ങൾ ഒരൊറ്റ ഐഡന്റിറ്റിയിൽ ഒതുങ്ങേണ്ട ആളല്ല. മറ്റുള്ളവർക്ക് കാണാൻ പോലും കഴിയാത്ത പല ലോകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാകാനാണ് നിങ്ങൾ ജനിച്ചത്.